എന്താ സംഭവത്തുവാ? ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യമ്മ. ചൊറിഞ്ഞിട്ടോ? എന്താ പറ്റിയത്? തേങ്ങ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യന് ശരീരം മൊത്തം ചൊറിയുവാ. എന്തുവാ സംഭവിച്ചേ? അമ്മ മുത്തുണ്ടോ ഇവിടെ? മുത്തോണ്ണേ, അയ്യോ എന്റെ ദൈവമേ, മുത്തോണ്ണം തന്റെ വെളിയിലോട്ട് പോയതാ. അവിടെ വില്ലേജ് ഓഫീസ് വരെ കരമടയ്ക്കാനായിട്ട്. അങ്ങേര് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടാണ് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്. അയ്യോ, അവനുണ്ടാക്കിയ ചിക്കൻ എന്താ വെന്തല്ലോ വെന്തില്ലല്ലോ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഇട്ട നല്ല പണി കിട്ടിയത്. മുത്തുവിനെ ഒന്ന് വിളിക്കണമല്ലോ ഈശ്വര. വിളിപ്പിക്കാം വിളിപ്പിക്കാം. എന്റെ ദൈവമേ, അയ്യോ അയ്യോ, മുത്തുവിന്റെ ഫോൺ എന്തോ ഓഫ്. അയ്യോ, ചാർജ് പോയതായിരിക്കും. അയ്യോ, ചൊറിഞ്ഞു പറഞ്ഞ എന്റെ കയ്യിൽ നഖമില്ല തേഞ്ഞ്. എന്ത് ചെയ്യും? എനിക്ക് വയ്യ ഈശ്വര. ഞാൻ ചെറുക്കാനോട് ഞാൻ പറഞ്ഞ അവിടെ പോയിട്ട് കരവടച്ചേച്ച് വരുമ്പോ ഒരു ഇച്ചിരി എണ്ണ എനിക്ക് വാങ്ങിച്ചോണ്ട് പറഞ്ഞ കാല് വേദനയ്ക്ക്. അയ്യോ, ഇത് എവിടെ പോയി കിടക്കുന്നു? അമ്മ ഒന്ന് വിളിച്ചു നോക്കമ്മ, സഹിക്കാൻ പറ്റില്ല. നോക്കട്ടെ. വെളിച്ചെണ്ണ ചൊറിക്ക് നല്ലതാടി. ഇതിനെ കുറിച്ച് മണ്ണെണ്ണ കഴിക്കാൻ ചേച്ചി. എന്നിട്ട് കത്തിക്ക്, എല്ലാം കൂടെ കൂട്ടത്തോടെ അങ്ങനെ അതൊക്കെ പറയും ചൊറിയുടെ പ്രാന്തില്. അതില്ലേ ഞാനേ ഒന്നും കൂടെ വിളിച്ചു നോക്കട്ടെ. അയ്യോ എനിക്ക് വയ്യ. അയ്യോ എടാ മുത്തു, നീ ഇത് എവിടെ പോയി കിടക്കുവാടാ? ഒന്ന് വേഗം വാ നീ. എന്റെ മുത്തു, ഞാൻ കാര്യം പറയട്ടെ. ഇവിടെ നീ ഉണ്ടാക്കി വെച്ചില്ല ഏതാണ്ട് ഒരു സാധനം, ചിക്കൻ വെന്തല്ലോ ഒന്ന്. അത് കഴിച്ചിട്ട് ഇവിടെ എല്ലാരും കൂടെ കിടന്ന് സർവത്ര ചൊറിച്ചില്. ആംബുലൻസ് വിളിക്കാൻ സമയം കിട്ടിയില്ല. ഇവിടെ ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യെന്ന്. അയ്യോ, കൊടുത്തത് ചിക്കൻ എന്തായാലും നമ്മുടെ പെരുങ്കായവും ഇഞ്ചിപ്പൊടിയും കൂടെ ചേർന്നത് കൂടിപ്പോയി. അതാണ് വിഷയം. അല്ല, അത് മാറ്റാനായിട്ട് മൃതക്കായം ഞാൻ വാങ്ങിക്കാൻ നിന്നു. മൃതക്കായം എന്തോന്നാ എനിക്ക് അറിഞ്ഞൂടാ. അല്ലല്ല, അങ്ങനൊരു സാധനമുണ്ട്. അതായത് അഥവാ ഇങ്ങനെ ചൊറിച്ചിൽ ആഹാരം കഴിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സാധനമാണ്. അത് ശങ്കര വൈദ്യരുടെ കടയിലേ ഉള്ളൂ. അത് വാങ്ങിക്കാണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് വാന്ന് കൊച്ചം വിളിച്ചത്. അതാ ഓടി വന്നത്. വിളിക്കാതിരിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ മുത്തു, എന്റെ മക്കൾക്ക് വല്ല സംഭവിച്ച സ്വഭാവം അറിയട്ടെ. കൊച്ചമ്മ പേടിക്കണ്ട. വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം ചൊറിച്ചിൽ തുടങ്ങിയിട്ട് എത്ര സമയമായി? അയ്യോ, എനിക്ക് അരമണിക്കൂറായി. ഈ 3/4 മണിക്കൂറായി. അവിടെ അരമണിക്കൂർ. ഇനി 10 മിനിറ്റ് വേണം വാങ്ങിക്കാൻ. എനിക്കൊന്നും അറിഞ്ഞൂടെ. അല്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ റൂമിൽ ചെന്ന് ചൊറഞ്ഞോ. സാരമില്ല മോനെ, 10 മിനിറ്റ് കൊണ്ട് മാറൂടാ. മാറും. മാറും. എന്റെ 2 മക്കളെ കൂടെ നീട്ട് പണിതല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ. അല്ല കൊച്ചമ്മ, മക്കളും കൂടെ കഴിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇല്ല, വിചാരിക്കൂല. കൊണ്ടുവന്ന് വെച്ചാ പിന്നെ കഴിക്കാതിരിക്കുവോ? മാറുവോ? 10 മിനിറ്റ് കൊണ്ട് മാറും കൊച്ചമ്മ. നേരെ വരുവോ പിള്ളേര്? പിന്നെ ധൈര്യമായിട്ടിരിക്കണം. എന്റെ കഷ്ടകാലത്ത് എന്ന് പറഞ്ഞു പോയി. എന്റെ ചിക്കൻ വെന്തലും. എവിടെ പോയി കിടക്കുവാടാ എല്ലാവരും? ഒറ്റ ഇടത്തിനെ കാണുന്നില്ല. പ്രതീക്ഷുഞ്ഞേ, പ്രശോഭുഞ്ഞേ, സുരഭി, ലക്ഷ്മി. പൊന്നുമോൾ ഇവിടെ വാ, ഇവിടെ ഇരിക്കുക. ഇവക്ക് ഞാൻ ഇന്ന് വാരി കൊടുക്കാം. അത് കൊള്ളാം. ഇരിക്കും മക്കളെ, നിങ്ങളൊക്കെ കഴിക്കില്ല. പിന്നെ പിങ്കുമോളെ, ഇന്ന് ഇഡ്ഡലി. ഇനി നാളെ അപ്പം വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാം, ഇടിയപ്പം വേണമെങ്കിൽ ഉണ്ടാക്കാം, പുട്ട് വേണമെങ്കിൽ എന്തുണ്ടെങ്കിലും നേരത്തെ പറയണം. ഈശ്വരാ. പിന്നെ കൊച്ചമ്മ, എല്ലാം കൂടെ കേൾക്കാൻ വേണ്ടി പറയണേ. ഉച്ചയ്ക്ക് എന്താ വേണ്ടത്, വൈകുന്നേരം എന്താ വേണ്ടത് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നോർത്ത് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം, ഈസ്റ്റ് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം, പിന്നെ വെസ്റ്റ് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം, സൗത്ത് ഇന്ത്യൻ വേണമെങ്കിൽ അതാവാം. പക്ഷെ ഏതാണെങ്കിലും അത് തൊട്ടുമുമ്പേ ഒന്ന് പറഞ്ഞേക്കണം. ഇത് അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? എന്താണെന്നൊന്നും പറഞ്ഞില്ല. പറയണം. മുട്ടക്കറി മതി അമ്മ. അയ്യോ, അത് ശരി. അപ്പൊ മുട്ടക്കറി മതി. അപ്പൊ പ്രോട്ടീനും കാണും കൊച്ചമ്മ. നേരെ ഉണ്ടാക്കി കൊടുത്താ മതി കേട്ടോ. ശരി, ആയിക്കോട്ടെ. കഴിക്ക്. കഴിക്ക. എന്നാ പിന്നെ ഞങ്ങള് കൈ കഴുകിട്ടാമ്മ. പിന്നെന്താ, കൈ കഴുകണം കഴിച്ചിട്ട്. അല്ലല്ല, ഉച്ചയ്ക്ക് എന്താണെന്ന് പറഞ്ഞില്ല. ഉച്ചക്ക് എന്തായാലും കുഴപ്പമില്ല. കേട്ടല്ലേ? ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് മെനു പറയാതെ അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ.
എന്ത് ചെയ്യും? അല്ല അച്ഛമ്മ, ഏട്ടാ പണിയായി പോയി ഏട്ടാ. വല്ലാത്തൊരു പണിയായിപ്പോയി. യോ ഇതാ മക്കളെ, എല്ലാ മനുഷ്യരും നല്ലവരാണെന്നുള്ള ചിന്തയാ നമുക്കല്ല. അതെ. പക്ഷേ അങ്ങനെ അല്ലടാ. എന്താ അറിയോ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതികളാ. സത്യം പറയാ, അതെ. നമ്മുടെ സമൂഹത്തിൽ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പൊ അതാ. അതെ. ചുമന്ന കണ്ണാടി കൂടെ നോക്കുന്നവന് ലോകം മുഴുവൻ ചുമന്നിരിക്കുന്നതായിട്ട് തോന്നും. അതെ. മനസ്സിലായോ? അതെ. പച്ച കണ്ണാടി കൂടെ നോക്കുന്നവന് പച്ചിച്ചിരിക്കും. അങ്ങനെ പറയുമ്പോ നിറമൊന്നുമില്ലാത്ത സാധാരണ കണ്ണാടി കൂടെ നോക്കുമ്പോഴേ ലോകം എന്താണെന്ന് എല്ലാവരും അറിയത്തുള്ളൂ. അതെ. മനസ്സിലായോ? അതെ.